നമസ്കാരം ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നീണ്ട അവധിക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് വരുന്നത്. സ്ട്രൈറ്റ് അവേ നമ്മുടെ എക്സ്പയറി മന്ത്ലി എക്സ്പയറിയാണ് ഇന്ന് ഉള്ളത്, അതും ബഡ്ജറ്റിന് മുമ്പുള്ള എക്സ്പയറി. കഴിഞ്ഞ എക്സ്പയറിയുടെ എല്ലാം തന്നെ വളരെ വലിയ തോതിൽ വോളറ്റിലായിരുന്നു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്തായിരുന്നു നമുക്ക് അദാനിയുടെ ബ്രൈവറി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അദാനി സ്റ്റോക്കുകൾ സീവിയർ സെല്ലിംഗ് പ്രഷർ കണ്ടത്. ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഐഡിയ, ഏഷ്യൻ പെയിൻറ്റ്, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ കമ്പനീസിൻ്റെയും ഒരുപാട് മിഡ് ക്യാപ് കമ്പനീസിൻ്റെയും റിസൾട്ട് വരുന്ന ദിവസമാണ്. ട്രംപ് പുതിയതായിട്ട് ഈ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അയഞ്ഞുവെങ്കിൽ കൂടിയും സൗത്ത് കൊറിയക്കെതിരെ 25% താരിഫ് വർദ്ധിപ്പിക്കുമെന്നുള്ള ന്യൂസ് കാരണം ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ മുന്നേറ്റം കാണുന്നില്ല. പൊതുവേ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കി വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ നാച്ചുറൽ ഗ്യാസ് $3.8 ഗോൾഡ് $32 ഉയർന്ന് 5040 ആയിട്ടുണ്ട്. സിൽവർ $6 ഇടിഞ്ഞ് $6 ഇടിഞ്ഞിട്ടില്ല, ആക്ച്വലി 108 ആയിട്ടുണ്ട്. 108 എന്ന് പറയുന്നത് ഹയർ സൈഡിൽ നിന്ന് ചെറിയ ഇടിവ് രേഖപ്പെടുത്തി, പക്ഷേ 100ന് മുകളിൽ പോയി. ബിറ്റ് കോയിൻ 88,000, ബ്രന്റ് ഓയിൽ 64, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 25,107. നമുക്കുണ്ടായിരുന്ന ക്ലോസ് 25,079. അപ്പോൾ അപ്സൈഡ് തന്നെ ഒരു ചെറിയൊരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡോ ഫ്യൂച്ചർ എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഓസ്ട്രേലിയ 1% അപ്സൈഡാണ്. കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിലും. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ US മാർക്കറ്റ്, നാസ്ഡാക്കും ഡോയും പോസിറ്റീവിലാണ് ക്ലോസ് നടത്തിയത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്രോയും ICICIയും HDFCയും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. FISൻ്റെ കണക്കുകളാണിത്. FIS കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാന ദിവസം 4,000 കോടി രൂപയുടെ സെല്ല് നടത്തി. ഈ മാസം 40,704 കോടി രൂപയുടെ സെല്ലാണുള്ളത്. അപ്പോൾ FIS സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക് ഇവർ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനീനെ അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. അൾട്രാടെക് സിമെൻറ്റ് Q3 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്ന് 1,729 കോടി രൂപ കരസ്ഥമാക്കി. JSW സ്റ്റീൽ നെറ്റ് പ്രോഫിറ്റ് 198% ഉയർന്ന് 2,139 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 11% ഉയർന്നു. കൊട്ടക് മഹീന്ദ്ര നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5% ഉയർന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 89% ഇടിഞ്ഞു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 13% ഇടിഞ്ഞു. JSW എനർജി നെറ്റ് പ്രോഫിറ്റ് 168 നിന്ന് 420 ഉയർന്നു. ഗോദ്രേജ് കൺസ്യൂമർ നെറ്റ് പ്രോഫിറ്റ് 492. കഴിഞ്ഞ തവണയും 498. പ്രോഫിറ്റ് ഫ്ലാറ്റാണ്. ടോറൻറ്റ് ഫാർമ ഇവർ JB കെമിക്കലിൻ്റെ 2.36% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. BPCL നെറ്റ് പ്രോഫിറ്റ് 89% ഉയർന്ന് 7,188 കോടി രൂപ കരസ്ഥമാക്കി. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി ഇവർ മധ്യപ്രദേശിൽ നിന്നുള്ളൊരു പുതിയ ഓർഡർ ലഭിച്ചു. ശ്യാം മെറ്റാലിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്. ഇറോണിയർ റവന്യൂ എന്നാൽ 18% ഉയർന്ന് 4,421 കോടി രൂപ കരസ്ഥമാക്കി. ഗ്രാനൈറ്റ്സ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 27% ഇയർ ഉയർന്ന് 150 കോടി രൂപ കരസ്ഥമാക്കി. DCB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 150 നിന്ന് 180 കോടി രൂപയിലേക്ക് ഉയർന്നു. MCX നെറ്റ് പ്രോഫിറ്റ് 160 നിന്ന് 400 കോടി രൂപയിലേക്ക് ഉയർന്നു. ആക്സിസ് ബാങ്ക് 6,300 നിന്ന് 6,500 ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടന്റുകൾ ഇടാറുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്. താങ്ക് യു.